പുതിയ ക്രിമിനൽ നിയമങ്ങൾക്കെതിരെ പ്രതിപക്ഷം പാർലമെന്റിൽ അടിയന്തര പ്രമേയ നോട്ടീസ് കൊടുത്തു. കോൺഗ്രസ് എം പി മനീഷ് തിവാരിയാണ് നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. ആർ അച്യുതൻ വിശദാംശങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. ഗുഡ് മോർണിംഗ് അച്യുതൻ, വിവരങ്ങൾ. SKN പുതിയ ക്രിമിനൽ നിയമങ്ങൾ, അതുമായി ബന്ധപ്പെട്ട പാർലമെന്റിലേക്കും ചർച്ചകൾ എത്തുകയാണ്. ഇന്ന് കോൺഗ്രസിന്റെ MP മനീഷ് തിവാരിയാണ് ഇതിൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ആവശ്യമെന്നുള്ളത് ഈ പ്രാബല്യത്തിൽ വന്ന പുതിയ ക്രിമിനൽ നിയമങ്ങൾ, അതായത് ഭാരതീയ ന്യായ് സംഹിത, അതുപോലെ തന്നെ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷി സംഹിത, ഈ 3 ക്രിമിനൽ നിയമങ്ങളിലും ഈ അടിയന്തരമായി പ്രാബല്യത്തിൽ വന്ന ഈ നിയമങ്ങളിൽ മേൽ ചർച്ച നടത്തണമെന്നൊരാവശ്യമാണ് ഇപ്പോൾ പ്രതിപക്ഷം ഈ അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ നീറ്റ് വിഷയവുമായി അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയെങ്കിലും അത് കേൾക്കുവാൻ സഭ തയ്യാറായിരുന്നില്ല. എന്നാൽ ഇത്തവണ ഈ സമ്മേളനം വീണ്ടും ഇന്ന് പാർലമെന്റ് സമ്മേളിക്കുമ്പോൾ ലോക്സഭയിലാണ് ഈ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിരിക്കുന്നത്. നേരത്തെ തന്നെ പ്രതിപക്ഷം വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഈ പുതിയ ക്രിമിനൽ നിയമങ്ങൾക്കെതിരെ ഉന്നയിച്ചിരുന്നത്. അതായത് ഒരു പോലീസ് രാജ് നടപ്പിലാക്കുവാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നീക്കമാണ് ഈ പുതിയ 3 നിയമങ്ങൾ എന്നുള്ളതാണ്. കഴിഞ്ഞ ഡിസംബറിൽ പ്രതിപക്ഷത്തിനെതിരെ പൂർണ്ണമായ നടപടി സ്വീകരിച്ചുകൊണ്ടായിരുന്നു അന്ന് ഈ നിയമം പാസ്സാക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ ശബ്ദം കേൾക്കാതെയാണ് ഈ നിയമം പാസ്സാക്കിയത് എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുന്നു. ഇന്ന് ഈ ഒരു നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ പാർലമെന്റിനകത്ത് വ്യക്തമായ ഭൂരിപക്ഷം അത് പ്രതിപക്ഷത്തിന് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട പ്രാബല്യത്തിൽ വന്ന 3 ക്രിമിനൽ നിയമങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ച വേണം എന്നൊരാവശ്യമാണ് ഇപ്പോൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെടുന്നത്. ഇതിൻ്റെ ആദ്യ ഘട്ടം എന്ന നിലയിലാണ് ഇപ്പോൾ അടിയന്തര പ്രമേയ നോട്ടീസ് ലോക്സഭയിൽ മനീഷ് തിവാരി MP നൽകിയിരിക്കുന്നത്. SKN. ആർ അച്യുതൻ.